ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ബയോളജിയിൽ ഇന്ദ്രിയങ്ങൾ എന്ന ടോപ്പിക്ക്. ഇന്ദ്രിയങ്ങൾ എന്ന ടോപ്പിക്കിൽ ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10 തേർഡ് ലെസൺ സംവേദനങ്ങൾക്ക് പിന്നിൽ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ നാഡീവ്യവസ്ഥ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ പഠിച്ചു ചേർക്കുക. പിന്നീട് അങ്ങോട്ട് ഇന്ദ്രിയങ്ങളുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇത് വലിയൊരു ചാപ്റ്ററാണ്, നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പാർട്ട് 1 ക്ലാസ് ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് വരാലോ. സംവേദനങ്ങൾക്ക് പിന്നിൽ. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം പറയുന്നത്, അതായത് ജീവികളുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധ ജൈവ രാസപ്രക്രിയകളുടെ ഫലമായിട്ടാണ് പ്രതികരണങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസ് ഫോം ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, റെസ്പോൺസിനെ കുറിച്ചാണ് ഏറ്റവും ആദ്യം തന്നെ പറയുന്നത്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടാണ് റെസ്പോൺസിലേക്ക് വരുന്ന. സുഹൃത്തിനെ കാണുന്നു, അപ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്. അതുപോലെ തന്നെ എന്താണ്, ചെവി അടച്ചു പിടിക്കുക എന്നുള്ളൊരു പ്രതികരണം. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട് നമ്മൾ കേൾക്കുകയാണ്, എന്താണ്, ഒരു വലിയൊരു പടക്കം പൊട്ടുന്ന സൗണ്ട് അല്ലെങ്കിൽ ഒരു വെടി ഒച്ച. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ നമ്മൾ ചെവി പൊത്തും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസുകളാണ്. അപ്പോൾ ജീവികളുടെ ശരീരത്തിൽ നടക്കുന്ന ജൈവ രാസപ്രക്രിയയുടെ ഫലമായിട്ടാണ് പ്രതികരണങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഉദ്ദീപനങ്ങളും റെസ്പോൺസും അല്ലെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഉദ്ദീപനങ്ങളും പ്രതികരണങ്ങളും, സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് നോക്കാം. ആദ്യം ഉദ്ദീപനങ്ങൾ എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, എങ്കിലും ഈ ഭാഗമൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശമാണ് കേട്ടോ. ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങൾ. ജീവികളിൽ പ്രതികരണങ്ങൾ അല്ലെ റെസ്പോൺസിന് ഇടയാക്കുന്ന സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഈ ഉദ്ദീപനങ്ങളെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ബാഹ്യ ഉദ്ദീപനങ്ങൾ, അതുപോലെ തന്നെ ആന്തര ഉദ്ദീപനങ്ങൾ. ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്നും ആന്തര ഉദ്ദീപനങ്ങൾ എന്നും സ്റ്റിമുലാസിനെ അല്ലെങ്കിൽ ഉദ്ദീപനങ്ങളെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഗ്രാഹികളും സന്ദേശങ്ങളും. ഇവിടെ എന്താണ് പറയുന്നത്, ഗ്രാഹികൾ എന്ന് പറയുമ്പോൾ റിസപ്റ്റേഴ്സ് ആണ്, റിസപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ വിവിധ തരം ഉദ്ദീപനങ്ങളെ അല്ലെ വിവിധ തരം സ്റ്റിമുലസുകളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ അല്ലെങ്കിൽ നാഡികളുടെ അഗ്രഭാഗങ്ങളോ വഴിയാണ്. ഇവയാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ സെൻസറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വിവിധ തരം ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ നാഡികളുടെ അഗ്രഭാഗങ്ങളോ വഴിയാണ്. ഇവയാണ് സെൻസറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ബാഹ്യ ഉദ്ദീപനമുണ്ട്, ആന്തര ഉദ്ദീപനം ഉണ്ടെന്ന്. അപ്പൊ ഈ ബാഹ്യ അല്ലെങ്കിൽ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളിൽ വൈദ്യുത സന്ദേശങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ വൈദ്യുത സന്ദേശങ്ങളെയാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്നത്. ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് നമ്മുടെ റിസപ്റ്റേഴ്സിൽ, നമ്മുടെ ഗ്രാഹികളിൽ വൈദ്യുത സന്ദേശങ്ങൾ ഉണ്ടാകുന്നു. ഈ സന്ദേശങ്ങളെയാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുത്തുന്നു. ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു, ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുത്തുന്നു. ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണുകളിലൂടെ നാഡീയ ആവേഗങ്ങളായിട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭാഗം നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഗ്രാഹികൾ എന്താണെന്നാണ് പറഞ്ഞത്. വിവിധ തരം ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ അല്ലെങ്കിൽ നാഡിയുടെ അഗ്രഭാഗങ്ങളോ ഒക്കെ വഴിയാണ്. ഇവയാണ് സെൻസറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാഹ്യ ഉദ്ദീപനങ്ങളുണ്ട്, ആന്തര ഉദ്ദീപനങ്ങളുണ്ടെന്ന്. അപ്പൊ ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളിൽ വൈദ്യുത സന്ദേശങ്ങൾ ഉണ്ടാവും. ഇത്തരം സന്ദേശങ്ങളെയാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഉയർന്ന അളവിലാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നതെങ്കിൽ അവ എന്ത് ചെയ്യും, ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിലൂടെ എന്ത് ചെയ്യും, സഞ്ചരിക്കും അല്ലെ. അപ്പൊ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ, അതിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണുകളിലൂടെ നാഡീയ ആവേഗങ്ങളായിട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കിയേ, ത്വക്കിലെ ഗ്രാഹികളിലെ റിസപ്റ്റർ പൊട്ടൻഷ്യൽ ന്യൂറോണിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പൊ അതെന്തായി, ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് മാറി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഉയർന്ന അളവിൽ ഇങ്ങനത്തെ ഈ ഒരു റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉയർന്ന അളവിലൂടെ ന്യൂറോണിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് എന്തായി മാറുന്നുണ്ട്, ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് മാറുന്നുണ്ട്. മനസ്സിലാക്കുക. ഇനി നാഡീയ ആവേഗങ്ങൾ
മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളിലെത്തുകയും ഉചിതമായ പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പേശികളും ഗ്രന്ഥികളും വിവിധ തരത്തിൽ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു സ്റ്റിമുലസിന് ആനുപാതികമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഈ നാഡീയ ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ ബന്ധപ്പെട്ട ഭാഗങ്ങളിലേക്ക് എത്തുകയും അവിടെ ഉചിതമായിട്ടുള്ള റെസ്പോൺസ് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പേശികളും ഗ്രന്ഥികളും ഒക്കെ പ്രവർത്തിക്കുന്നു. ഓക്കെ, ഉചിതമായിട്ടുള്ള പ്രതികരണം, എങ്ങനെയാണ് ഈ സ്റ്റിമുലസിന് ഉചിതമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നത് എന്ന രീതിയിലുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഇനി ഗ്രാഹികളും സംവേദനങ്ങളും. ഗ്രാഹികൾ എന്ന് പറയുമ്പോൾ സെൻസറി റിസപ്റ്റേഴ്സ്, സംവേദനങ്ങൾ സെൻസസ് ആണ്. അപ്പൊ ഈ സെൻസറി റിസപ്റ്റേഴ്സിലൂടെ നമുക്ക് തിരിച്ചറിയാവുന്ന സെൻസുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ജനറൽ സെൻസസ് എന്നും സ്പെഷ്യൽ സെൻസസ് എന്നും. ഗ്രാഹികളിലൂടെ തിരിച്ചറിയുന്ന സംവേദനങ്ങളെ പൊതു സംവേദനങ്ങൾ എന്നും പ്രത്യേക സംവേദനങ്ങൾ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പൊതു സംവേദനങ്ങളിലാണ് സ്പർശം, വേദന, ചൂട്, മർദ്ദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അവയൊക്കെ തിരിച്ചറിയുന്ന ത്വക്ക്, പേശികൾ, സന്ധികള്, ആന്തരാവയവങ്ങള്, രക്തക്കുഴല് എന്നിവയിലെ ഗ്രാഹികളൊക്കെയാണ് ഈ പൊതു സംവേദനങ്ങളെ തിരിച്ചറിയുന്നത്. മനസ്സിലായോ? ഇനി പ്രത്യേക സംവേദനങ്ങൾ എന്ന് പറയുമ്പോൾ കാഴ്ച, കേൾവി, രുചി, ഗന്ധം. അപ്പോൾ ഇവയൊക്കെ എന്താണ്, ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്. അല്ലെ, നമുക്ക് രുചി അറിയാൻ നാവിലൂടെ മാത്രമല്ലേ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ നാവിലുള്ള ഗ്രാഹികളാണ് എന്ത് ചെയ്യുന്നത്, രുചി തിരിച്ചറിയുന്നത്. നമ്മൾക്ക് ചെവിയിലൂടെ മാത്രമേ കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. ചെവിയിലുള്ള ഗ്രാഹികളാണ് നമുക്ക് കേൾവി സാധ്യമാക്കുന്നത്. അപ്പൊ പ്രത്യേക സംവേദനങ്ങളായിട്ടുള്ള കാഴ്ച, കേൾവി, രുചി, ഗന്ധം എന്നിവയെ ആ അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പൊതു സംവേദനങ്ങളെന്നും പ്രത്യേക സംവേദനങ്ങളെന്നും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പൊതു സംവേദനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്പർശം, വേദന, ചൂട്, മർദ്ദം എന്നിവ ത്വക്കിലെ ഗ്രാഹികൾ, അതുപോലെ പേശി, സന്ധികൾ, പിന്നെ ആന്തര അവയവങ്ങൾ, അവിടെയുള്ള ഗ്രാഹികളൊക്കെയാണ് തിരിച്ചറിയുന്നത്. പ്രത്യേക സംവേദനങ്ങളാണെങ്കിൽ അവയ്ക്ക് ആ ഒരു പ്രത്യേക അവയവത്തിലുള്ള ഗ്രാഹികൾ മാത്രമാണ് അവയെ തിരിച്ചറിയുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ എക്സാമ്പിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ണാകുമ്പോൾ പ്രകാശഗ്രാഹികളാണ് തിരിച്ചറിയുന്നത് അല്ലെ. പ്രകാശഗ്രാഹികൾ ഉദ്ദീപനം എന്താണ്? പ്രകാശമാണ്. ഓക്കെ, അപ്പൊ ചെവിയാണെങ്കിൽ എന്താണ്? ശബ്ദഗ്രാഹികളാണ്. ശബ്ദമാണ് അവിടുത്തെ ഉദ്ദീപനം. ഓക്കെ, അത് നമ്മൾ പഴയ SCERT പഠിച്ച ഒരു ബോക്സ് ആണ്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ട് ബാഹ്യ ലോകത്തെക്കുറിച്ച് ധാരണ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് കണ്ണ് അല്ലെ. മനുഷ്യരിലെ ആണെങ്കിലും മൃഗങ്ങളിലാണെങ്കിലും ബാഹ്യ ലോകത്തെക്കുറിച്ച് ധാരണ നൽകുന്ന പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ് കണ്ണ് എന്ന് പറയുന്നത്. ഇനി കണ്ണിന്റെ പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കണ്ണിന്റെ മുൻവശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കൺപീലികളുണ്ട്, നേത്രപേശികള്, നേത്രകോടാരത്തിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. കൺപോള, കണ്ണുനീർ ഗ്രന്ഥി ഒക്കെ നമുക്ക് ഇമേജിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ആദ്യം നേത്രാവരണം അല്ലെങ്കിൽ കൺജങ്ടൈവയെ കുറിച്ച് നോക്കാം. കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്ര ആവരണം. അപ്പൊ നേത്രാവരണത്തിൽ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. കണ്ണിന്റെ മുൻഭാഗത്ത് വരുന്ന കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന ഒരു സ്ഥലമാണ് നേത്രാവരണം എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഡ്യൂട്ടി? കണ്ണിനെ സംരക്ഷിക്കുക, ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കുക, പൊടി, രോഗാണുക്കൾ, മറ്റു പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നതാണ് നേത്രാവരണത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. കോർണിയ ഒഴികെയുള്ള കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്രാവരണം അല്ലെങ്കിൽ കൺജങ്ടൈവ എന്ന് പറയുന്നത്. കണ്ണിനെ സംരക്ഷിക്കുക, ഈർപ്പുള്ളതാക്കുക, വഴുവഴുപ്പുള്ളതാക്കുക, പൊടി, രോഗാണുക്കൾ, മറ്റു പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നുള്ളതൊക്കെയാണ് കൺജങ്ടൈവയുടെ ഡ്യൂട്ടീസ്. കണ്ണുനീർ ഗ്രന്ഥികൾ അല്ലെങ്കിൽ ലാക്രിമൽ ഗ്ലാൻസ് ആണ്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണുനീർ ഗ്രന്ഥികളാണ്. ഈ ഗ്രന്ഥികള് കൺപോളകൾക്കുള്ളിൽ മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇമേജിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. കൺപോളകൾക്ക് മുകളിലായിട്ട് ഉൾഭാഗത്താണ് കണ്ണുനീർ ഗ്രന്ഥികൾ കാണപ്പെടുന്നത്. കണ്ടല്ലോ? ഓക്കെ, അപ്പോൾ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്ലാൻസ് അല്ലെങ്കിൽ കണ്ണുനീർ ഗ്രന്ഥികൾ. ഈ ഗ്രന്ഥികൾ കൺപോളകൾക്കുള്ളിൽ മുകളിലായിട്ട് കാണപ്പെടുന്നു. കണ്ണുനീര് കണ്ണിന്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നതിനും പോഷകങ്ങൾ നൽകുന്നതിനും മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും അത്യാവശ്യമാണ്. അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന എൻസൈമിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. കണ്ണുനീർ ഗ്രന്ഥികൾ എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൺപോളകൾക്ക് മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. കണ്ണുനീര് കണ്ണിന്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കി നിലനിർത്തുന്നു, പോഷകങ്ങൾ നൽകുന്നു, മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. അണുബാധകളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കാനായിട്ട് ലൈസോസൈം എന്ന എൻസൈം കണ്ണുനീരിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം നമുക്ക്.
കണ്ണിലെ പാളികളും അനുബന്ധ ഭാഗങ്ങളും നോക്കൂട്ടോ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം, പിന്നീട് പീതബിന്ദു, അന്തബിന്ദു, നേത്രനാഡി, പിന്നെ അറകൾ, അക്വസറ, എന്താണ് വിട്രിയസ് അറ, ലെൻസ്, പ്യൂപ്പിള്, ഐറിസ്, കോർണിയ, സീലിയറി പേശികൾ, ഭാഗങ്ങളൊക്കെ ഒന്ന് ഓൾറെഡി പരിചയപ്പെട്ടതാണല്ലോ. ഇനി നമുക്ക് ഇവിടെ ഗാംഗ്ലിയോൺ കോശപാളി തന്നിട്ടുണ്ട്. അത് റെറ്റിനയുടെ ഛേദം തന്നിട്ട് അതിലെ പാർട്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ണിലെ പാളികളുമായി ബന്ധപ്പെട്ട് ദൃഢപടലം അല്ലെ. ദൃഢപടലം എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും ബാഹ്യപാളിയാണ് അല്ലെ. ബാഹ്യപാളിയാണ് ദൃഢപടലം. കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നത് ദൃഢപടലമാണ്. അപ്പൊ ഇതിന്റെ അനുബന്ധ ഭാഗമായിട്ട് വരുന്നതാണ് കോർണിയ. കണ്ണിന്റെ സുതാര്യമായിട്ടുള്ള മുൻഭാഗമാണ് ഏത്? ഈ ഒരു കോർണിയ എന്ന് പറയുന്നത്. പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയയിലൂടെയാണ്. ഓക്കെ, ഇനി അടുത്തത് രക്തപടലം. രക്തപടലം എന്ന് പറയുമ്പോൾ മധ്യപാളിയാണ് രക്തപടലം, ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. അപ്പൊ ഈ ആന്തരപാളിയായിട്ടുള്ള ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനും നൽകുന്നതിനോടൊപ്പം ഊഷ്മാവ് ക്രമീകരിക്കുക എന്നൊരു ഡ്യൂട്ടി കൂടി രക്തപടലം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഊഷ്മാവ് ക്രമീകരിക്കുക എന്നുള്ള പോയിന്റ് വ്യക്തമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ കണ്ണിന്റെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നു എന്ന കാര്യം മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനും നൽകുന്നുണ്ട് ഈ രക്തപടലം എന്നാണ് നമ്മൾ പഠിച്ചത്. ഊഷ്മാവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മധ്യപാളിയായിട്ടുള്ള രക്തപടലം ആന്തരപാളിയായിട്ടുള്ള ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനും നൽകുന്നു, കൂടാതെ തന്നെ ഊഷ്മാവ് ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി രക്തപടലത്തിന്റെ ഭാഗമായി വരുന്നവയാണ് സീലിയറി പേശികൾ. സീലിയറി പേശികൾ എന്താ ചെയ്യുന്നത്? ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്തുന്നതിൽ സീലിയറി പേശികൾ ഒരു റോള് വഹിക്കുന്നുണ്ട്. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ കണ്ണിന്റെ വക്രത ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വക്രത ക്രമീകരിക്കപ്പെടുന്നത് സീലിയറി പേശികളാണ് ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നത്. ഇനി ഐറിസിന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ഐറിസ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് ഐറിസിൽ രണ്ട് തരം പേശികളുണ്ട് അല്ലെ. അപ്പൊ ഈ ഐറിസിൽ രണ്ട് തരം പേശികൾ പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ ഒരു ഐറിസ് ആണ്. ഐറിസിലാണ് എന്തുള്ളത്? മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു ഉള്ളത്. മെലാനിൻ ഐറിസിന് നിറം നൽകുന്നുണ്ട്. അപ്പൊ ചിലരുടെ കണ്ണ് എന്തായിരിക്കും? നല്ല കറുപ്പ് കണ്ണായിരിക്കും, ചിലർക്ക് ബ്രൗൺ കളർ ആയിരിക്കും, ചിലർക്ക് ഒരു നീല കളർ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്? ഈ മെലാനിന്റെ ഏറ്റക്കുറച്ചിൽ കാരണമാണ് എന്തുണ്ടാവുന്നത്? ഐറിസിന്റെ നിറവ്യത്യാസം സംഭവിക്കുന്നത്. അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുക എന്നൊരു ഡ്യൂട്ടി കൂടി ആർക്കുണ്ട്? ഐറിസിനുണ്ട്. ഓക്കെ ആണല്ലോ ഐറിസ്. ഇനി കണ്ണില് നമുക്ക് ലെൻസ് ഉണ്ട് അല്ലെ. ആ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ വസ്തുവിന്റെ ചെറുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബത്തെ റെറ്റിനയിൽ പതിപ്പിക്കുന്ന, റെറ്റിനയിൽ രൂപപ്പെടുത്തുന്ന ആരാണ്? കോൺവെക്സ് ലെൻസ് ആണ്. വസ്തുവിന്റെ എങ്ങനത്തെ ഇമേജ് ആണ്? ആ ഒരു ഇമേജിന്റെ പെക്യൂരിയാരിറ്റി നോക്കുക. ചെറുതും യഥാർത്ഥവും തലകീഴായതും. വസ്തുവിന്റെ ചെറുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് ദൃഷ്ടിപടലം എന്ന് പറയുമ്പോൾ എന്താണ്? ആന്തരപാളി. റെറ്റിന കാണുന്നത് എവിടെയാണ്? ഈ ഒരു ദൃഷ്ടിപടലത്തിലാണ്. പ്രകാശഗ്രാഹി കോശങ്ങളെ വഹിക്കുന്നതും പ്രതിബിംബം രൂപപ്പെടുന്നതും ദൃഷ്ടിപടലത്തിലാണ്. ഇനി ദൃഷ്ടിപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കോശപാളികൾ ഏതൊക്കെയാണ്? പ്രകാശഗ്രാഹികളുടെ പാളിയുണ്ട്, ബൈപോളാർ കോശപാളിയുണ്ട്, ഗാംഗ്ലിയോൺ കോശപാളിയുണ്ട്. അതാണ് നമ്മളിവിടെ ഇമേജിൽ കണ്ടത്. ദൃഷ്ടിപടലത്തിന് അല്ലെങ്കിൽ റെറ്റിനയുടെ ഛേദമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗാംഗ്ലിയോൺ കോശപാളി, ബൈപോളാർ കോശപാളി, പ്രകാശഗ്രാഹികളുടെ പാളി, അവിടെയാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണുന്നത്. പിന്നെ ബൈപോളാർ കോശപാളി, ഗാംഗ്ലിയോൺ കോശപാളി. ഓക്കെ, നമുക്ക് നോക്കാം. ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിനയില് പ്രകാശഗ്രാഹികളുടെ പാളിയുണ്ട്. അതിന്റെ ഡ്യൂട്ടി എന്താണ്? പ്രകാശഗ്രാഹി കോശങ്ങളായിട്ടുള്ള റോഡ് കോശങ്ങൾ വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോൺ കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തീവ്രപ്രകാശത്തിലെ കാഴ്ചയും വർണ്ണക്കാഴ്ചയും നൽകുന്നു. അപ്പൊ വർണ്ണക്കാഴ്ച നൽകുന്നത് കോൺ കോശങ്ങളാണ്. അതുപോലെ വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി തിരിച്ചറിയാനും മങ്ങിയ വെളിച്ചത്തിലും ഇരുണ്ട വെളിച്ചത്തിലും വസ്തുക്കളെ തിരിച്ചറിയുന്നതും റോഡ് കോശങ്ങളുടെ സഹായത്താലാണ്. ഇനി ബൈപോളാർ കോശപാളി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശങ്ങളെ കൈമാറുകയാണ് ചെയ്യുന്നത്. സന്ദേശങ്ങളെ കൈമാറുന്ന ഡ്യൂട്ടിയാണ് ബൈപോളാർ കോശപാളി. അതായത് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശപാളിയിലേക്ക് സന്ദേശങ്ങളെ കൈമാറുന്ന ഡ്യൂട്ടിയാണ് ബൈപോളാർ കോശപാളിക്കുള്ളത്.
ഇനി ഗാംഗ്ലിയോൺ കോശപാളി എന്ന് പറയുമ്പോഴോ നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് സന്ദേശങ്ങളെ കൈമാറുകയാണ്. നേത്രനാഡിയിൽ നിന്നാണ് പിന്നെ മസ്തിഷ്കത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് കാഴ്ച എന്ന അനുഭവം സാധ്യമാവുന്നത്. അപ്പൊ നേത്രനാഡിയിലേക്ക് കൈമാറുന്ന ആരാണ്? അത് ഗാംഗ്ലിയോൺ കോശപാളിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? പ്രകാശഗ്രാഹികളുടെ പാളിയിൽ നിന്ന് സന്ദേശങ്ങളെ എന്ത് ചെയ്യുന്നു? ഗാംഗ്ലിയോൺ കോശപാളിയിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടി വരെയാണ് ബൈപോളാർ കോശപാളിക്കുള്ളത്. അതിനുശേഷം നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു സന്ദേശങ്ങളെ വഹിക്കുന്നത് ആരാണ്? ഗാംഗ്ലിയോൺ കോശപാളിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ദൃഷ്ടിപടലവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പ്രകാശഗ്രാഹികളുടെ പാളിയെ കുറിച്ച് പറഞ്ഞു, ബൈപോളാർ കോശപാളി, ഗാംഗ്ലിയോൺ കോശപാളി, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇവിടെ മറ്റൊരു ഡിവിഷനോട് തന്നിട്ടുണ്ട്. ഈ ബൈപോളാർ കോശപാളി ഉണ്ട്. ബൈപോളാർ കോശപാളിയിൽ ഓൺ ബൈപോളാർ കോശങ്ങളെന്നും ഓഫ് ബൈപോളാർ കോശങ്ങളെന്നും രണ്ടിനം കോശങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബൈപോളാർ കോശപാളിക്ക് ഒരു ഡിവിഷനാണ് പറയുന്നത്. ഓൺ ബൈപോളാറും ഓഫ് ബൈപോളാറും, അങ്ങനെ രണ്ടിനം കോശങ്ങളാണ് ബൈപോളാർ കോശപാളിയിലുള്ളത്. ബൈപോളാർ കോശപാളി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകാശഗ്രാഹികളുടെ പാളിയിൽ നിന്ന് സന്ദേശങ്ങളെ ഗാംഗ്ലിയോൺ കോശപാളിയിലേക്ക് എത്തിക്കുന്ന ഡ്യൂട്ടിയാണ് ബൈപോളാർ കോശപാളിക്ക് ഉള്ളത്. നമ്മൾ ബോക്സിൽ പഠിച്ചിട്ടുള്ള ആ കണ്ണിലെ പാളികളെ വീണ്ടും ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് തന്നിരിക്കുകയാണ്. ദൃഢപടലം, ദൃഷ്ടിപടലം, രക്തപടലം എന്ന് ക്ലാസിഫൈ ചെയ്യുക. ഓരോന്നിന്റെയും സവിശേഷതകൾ എഴുതാനായിട്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന വർക്കാണ്. ഇനി കണ്ണിൽ അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച ആ ഒരു കോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ്? CAL എന്നൊരു കോഡ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? CAL എന്താണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് എന്ത് കാണുന്നത്? അക്വസ് ദ്രവം കാണപ്പെടുന്നത്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് ദ്രവം കാണുന്നുണ്ട്. അതുപോലെ വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത് എവിടെയാണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് അല്ലെ? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത്. വിട്രിയസ് ദ്രവം കാണപ്പെടുന്നത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയ്ക്കാണ്. അതുപോലെ അക്വസ് ദ്രവമാണ് കാണുന്നത് കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കാണ്. ഓക്കെ, അപ്പൊ റെറ്റിനയിൽ നിന്നും നേത്രനാടി ആരംഭിക്കുന്ന ഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങളില്ല. റെറ്റിനയിൽ നിന്നും നേത്രനാടി ആരംഭിക്കുന്ന ഭാഗത്ത് എന്തില്ല? പ്രകാശഗ്രാഹി കോശങ്ങളില്ല. അപ്പൊ കാഴ്ചയില്ലാത്ത ആ ഒരു ഭാഗത്തെയാണ് അന്ധബിന്ദു എന്നറിയപ്പെടുന്നത്. അന്ധബിന്ദു. ഇനി കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് റെറ്റിനയുടെ മധ്യഭാഗത്താണ്. പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട്, മാക്കുല എന്നൊരു പേര് കൂടി അതിനുണ്ട്. ഓക്കെ, പീതബിന്ദുവിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ കോൺ കോശങ്ങൾ എന്ന് പറയുമ്പോൾ വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്ന കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് റെറ്റിനയുടെ മധ്യഭാഗത്താണ്, മാക്കുലയിലാണ് അല്ലെങ്കിൽ പീതബിന്ദുവിലാണ്. ഓക്കെ ആണല്ലോ. ഇനി കണ്ണിലെ അറകളും ദ്രവങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? അക്വസ് അറ. കണ്ണിന് 2 അറകളുണ്ട്. അക്വസ് അറയും ഉണ്ട്, അതുപോലെ തന്നെ വിട്രിയസ് അറയും ഉണ്ട്. അക്വസ് ചേംബറും വിട്രിയസ് ചേംബറും. ഇനി നമ്മൾ പഠിച്ച കോഡ് ഓർത്ത് വെക്കുക. CAL എന്താണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കാണ് അക്വസ് ദ്രവം കാണപ്പെടുന്നത്. അപ്പോൾ ജലസാദൃശ്യമായിട്ടുള്ള ഒരു ദ്രവമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത്. ഇത് ടിഷ്യൂ ദ്രവം പോലെ രക്തത്തിൽ നിന്ന് ഊറിയിറങ്ങുകയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അക്വസ് ദ്രവമാണ് രക്തത്തിൽ നിന്ന് ഫോം ചെയ്ത് തിരിച്ച് രക്തത്തിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യുന്ന ദ്രവമാണ് എന്ത്? അക്വസ് ദ്രവം എന്ന് പറയുന്നത്. അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കപ്പെടുന്നത് ഈ ഒരു രീതിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? രക്തത്തിൽ നിന്ന് തന്നെ ഫോം ചെയ്ത് രക്തത്തിലേക്ക് തന്നെ തിരിച്ച് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ അക്വസ് അറയിലെ മർദ്ദം ക്രമീകരിക്കപ്പെടുന്നത്. ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്കാണ് ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്കാണ് എന്ത് കാണുന്നത്? അക്വസ് അറ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലെൻസിനും കോർണിയയ്ക്കും പോഷകവും ഓക്സിജനും ലഭിക്കുന്നത് ഈ ഒരു ദ്രവത്തിൽ നിന്നാണ്. കോർണിയയ്ക്കും പിന്നെ അതുപോലെ ലെൻസിനും പോഷകവും ഓക്സിജനും ലഭിക്കുന്നത് ഈ അക്വസ് ദ്രവത്തിൽ നിന്നാണ്. ഇനി വിട്രിയസ് അറ എന്ന് പറയുമ്പോൾ എന്താണ്? വിട്രിയസ് അറ എന്ന് പറയുമ്പോൾ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് എന്ത് കാണുന്നത്? വിട്രിയസ് അറ കാണപ്പെടുന്നത്. ഈ വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ജെല്ലി പോലെയുള്ള ഒരു സംഭവമാണ്. സുതാര്യമായിട്ടുള്ള വിട്രിയസ് ദ്രവം നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്താനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. വിട്രിയസ് ദ്രവം നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് കോർണിയയിൽ നിന്ന് വരുന്ന ഒരു പ്രകാശം നമ്മുടെ റെറ്റിനയിൽ പതിച്ച് ഇമേജ് ഫോം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
കോർണിയയ്ക്ക് പിന്നിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. കോർണിയയ്ക്ക് പിന്നിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. ഐറിസിന്റെ മധ്യഭാഗത്തെ സുഷിരത്തെയാണ് പ്യൂപ്പിൾ എന്നറിയപ്പെടുന്നത്. കോർണിയയ്ക്ക് പിന്നിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഐറിസ്. ഐറിസിന്റെ മധ്യഭാഗത്തെ സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. 2 മുതൽ 3 മില്ലിമീറ്റർ ആണ് പ്യൂപ്പിളിന്റെ സാധാരണ വലിപ്പം. പ്യൂപ്പിളിന്റെ സാധാരണ വലിപ്പം 2 മുതൽ 3 സെന്റിമീറ്റർ വരെയാണ്. മധ്യഭാഗം കോർണിയയ്ക്ക് പിന്നിൽ കാണപ്പെടുന്ന ഐറിസിന്റെ മധ്യഭാഗത്തെ സുഷിരമാണ് പ്യൂപ്പിൾ എന്നറിയപ്പെടുന്നത്. 2 മുതൽ 3 മില്ലിമീറ്റർ വരെയാണ് ഈ ഒരു പ്യൂപ്പിളിന്റെ സാധാരണ വലിപ്പം. പ്യൂപ്പിളിന്റെ വലിപ്പം കൂടുന്നതിലൂടെ സാധാരണയിലും 16 മടങ്ങ് അധികം പ്രകാശത്തെ റെറ്റിനയിലേക്ക് പതിപ്പിക്കാനാകും. പ്യൂപ്പിളിന്റെ വലിപ്പം കൂടുന്നതിലൂടെ സാധാരണയിലും 16 മടങ്ങ് അധികം പ്രകാശത്തെ റെറ്റിനയിലേക്ക് പതിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പ്യൂപ്പിളിന്റെ വലിപ്പം നിയന്ത്രിക്കുന്നത് ഐറിസിലെ റേഡിയൽ പേശികളും വലയ പേശികളുമാണ്. പ്യൂപ്പിളിന്റെ വലിപ്പം നിയന്ത്രിക്കുന്നത് ഐറിസിലെ റേഡിയൽ പേശികളും വലയ പേശികളുമാണ്. മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാനും തീവ്ര പ്രകാശത്തിൽ റെറ്റിനയ്ക്ക് കേടുപാടുകൾ വരാതിരിക്കാനും പ്യൂപ്പിളിന്റെ വലിപ്പം നിയന്ത്രിക്കേണ്ടി വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ തീവ്ര പ്രകാശം വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? വലയ പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള 2 വാകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? തീവ്ര പ്രകാശമാണെങ്കിൽ എന്താ ചെയ്യുന്നത്? വലയ പേശികളാണ് സങ്കോചിക്കുന്നത്. മങ്ങിയ പ്രകാശമാണെങ്കിലോ റേഡിയൽ പേശികളാണ് സങ്കോചിക്കുന്നത്. അപ്പോൾ സാധാരണ പ്രകാശത്തിൽ നമ്മുടെ ഈ ഐറിസും പ്യൂപ്പിളും ഒക്കെ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ തീവ്ര പ്രകാശത്തിലും മങ്ങിയ പ്രകാശത്തിലും ഇതെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, അതുപോലെ ഇതിലെ പേശികൾ എങ്ങനെയാണ് കോൺട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ തീവ്ര പ്രകാശത്തിൽ വലയ പേശികളാണ് സങ്കോചിക്കുന്നതെങ്കിൽ മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികളാണ് സങ്കോചിക്കുന്നത്. ഇനി അടുത്തത് ലെൻസിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. ലെൻസിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ഇലാസ്റ്റികത സ്വഭാവമുള്ള ക്യാപ്സ്യൂൾ എന്ന ഉറ, അതിനുള്ളിൽ ലെൻസ് നാരുകൾക്കും ക്യാപ്സ്യൂളിനും ഇടയിൽ മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്ന എപ്പിത്തീലിയം. അപ്പോൾ ലെൻസിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ക്യാപ്സ്യൂള്, ലെൻസ് നാരുകൾ, രണ്ടാമത്തെ പാർട്ടാണ് ലെൻസ് നാരുകൾ, മൂന്നാമത്തെയാണ് എപ്പിത്തീലിയം. ലെൻസിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. ഇലാസ്റ്റിക സ്വഭാവമുള്ള ക്യാപ്സ്യൂൾ എന്ന ഉറ, അതിൻ്റെ ഉള്ളിലാണ് ലെൻസ് നാരുകൾക്കും ക്യാപ്സ്യൂളിനും ഇടയിൽ മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്ന എപ്പിത്തീലിയം. അപ്പൊ ലെൻസ് നാരുകളെ ആജീവനാന്തം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിത്തീലിയമാണ്. ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകമാണ് ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീൻ. ലെൻസിന് 3 പാർട്സ് ഉണ്ട്. ഇലാസ്റ്റിക സ്വഭാവമുള്ള ക്യാപ്സ്യൂളാണ് ആദ്യത്തെ പാർട്ട്. രണ്ടാമത് ലെൻസ് നാരുകൾക്കും ക്യാപ്സ്യൂളിനും ഇടയിൽ മുൻഭാഗത്ത് മാത്രമാണ് എപ്പിത്തീലിയം കാണപ്പെടുന്നത്. പിന്നെ പറഞ്ഞ എന്താണ്? ലെൻസ് നാരുകളെ ആജീവനാന്തം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എപ്പിത്തീലിയമാണ്. ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ഡാഷ് എന്ന പ്രോട്ടീൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീൻ ആണ്. ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീൻ ആണ്. അക്വസ് ദ്രവത്തിൽ നിന്നാണ് ലെൻസ് പോഷകങ്ങൾ സ്വീകരിക്കുന്നത്. നമ്മൾ അക്വസ് ദ്രവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്സിജനും പോഷകങ്ങളും എന്താണ് കോർണിയയ്ക്ക് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ അക്വസ് ദ്രവത്തിൽ നിന്നാണെന്ന്. അപ്പൊ അക്വസ് ദ്രവത്തിൽ നിന്നാണ് കോർണിയയും ലെൻസും ഒക്കെ എന്ത് ചെയ്യുന്നത്? പോഷകങ്ങൾ സ്വീകരിക്കുന്നത്. പ്രായവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ലെൻസിന്റെ വഴക്കത്തെയും സുതാര്യതയെയും ഒപ്പം കാഴ്ചയെയും ബാധിക്കുന്നുണ്ട്. ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ഡാഷ് എന്ന പ്രോട്ടീൻ ആണ്. ക്രിസ്റ്റലിൻ എന്ന പ്രോട്ടീൻ ആണ്. അക്വസ് ദ്രവത്തിൽ നിന്നാണ് ലെൻസ് പോഷകങ്ങൾ സ്വീകരിക്കുന്നത്. പ്രായവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് ലെൻസിന്റെ വഴക്കത്തെയും അതുപോലെ സുതാര്യതയെയും കാഴ്ചയെയും ബാധിക്കുന്നത്. ഭാഗത്ത് ഒരു പോയിന്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ലിഗമെന്റുകൾ. എന്താണ് ലിഗമെന്റുകൾ? ലെൻസിനെ സീലിയറി പേശികളിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പിക്ചർ കാണാം. ഇതാണ് ലെൻസ്. ഇവിടെ സീലിയറി പേശികളുണ്ട്. ഇവ തമ്മിലുള്ള ഒരു കണക്ഷൻ പോകുന്നത് ലിഗമെന്റ്സ് ആണ്. ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലിഗമെന്റുകളാണ് ലെൻസിനെ സീലിയറി പേശികളിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് പവർ ഓഫ് അക്കോമഡേഷൻ ആണ്. അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കുന്ന കണ്ണിന്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ. അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കുന്ന കണ്ണിന്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത്. ലെൻസിന്റെ വക്രതയിൽ സീലിയറി പേശികളുടെ പ്രവർത്തന ഫലമായിട്ട് വ്യത്യാസം വരുത്തിയിട്ടാണ് ഈ പവർ ഓഫ് അക്കോമഡേഷൻ സാധ്യമാകുന്നത്. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അതിൻ്റെതായ രീതിയിലുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കും സീലിയറി പേശികൾക്ക്. അതുപോലെ ദൂരെയുള്ള വസ്തുക്കളെയാണ് നോക്കുന്നതെങ്കിലും സീലിയറി പേശികളിൽ
അതിന്റെ പ്രവർത്തന ഫലമായിട്ട് ചില മാറ്റങ്ങൾ വരികയും അങ്ങനെയാണ് അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ ഫോം ചെയ്യുകയും നമുക്ക് ആ വസ്തുവിനെ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയെ കൃത്യമായി പതിപ്പിക്കുന്ന കണ്ണിന്റെ കഴിവിനെ എന്ത് പറയും? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയും. അപ്പൊ ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിയിട്ട് സീലിയറി പേശികൾ പ്രവർത്തിക്കുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് പവർ ഓഫ് അക്കോമഡേഷൻ നടക്കുന്നത്. ഇനി അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങളാണ് കണ്ണിൽ സംഭവിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊന്ന് പറയാം. എന്താണ്? അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ എന്താ ചെയ്യുന്നത്? സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. സീലിയറി പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, സ്നായുക്കൾ അയയുന്നു, ലെൻസിന്റെ വക്രത കൂടുകയും ഫോക്കൽ ദൂരം കുറയുകയുമാണ് ചെയ്യുന്നത്. ഫോക്കൽ ദൂരം കുറയുന്നു, ലെൻസിന്റെ വക്രത കൂടുന്നു, സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, സ്നായുക്കൾ അയയുന്നു. ഇനി അടുത്തത് എന്താണ്? അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ്? സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാണ്. അതുപോലെ തന്നെ ലെൻസിന്റെ വക്രത കുറയുകയാണ് ചെയ്യുന്നത്. സ്നായുക്കൾ വലിയുന്നു, ഫോക്കൽ ദൂരം കൂടുന്നു. സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലുള്ളത് എപ്പോഴാണ്? അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴാണ് സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിൽ ഇരിക്കുന്നത്. സീലിയറി പേശികൾ സങ്കോചിക്കുന്നത് എപ്പോഴാണ്? അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴാണ്. ഓക്കെ, ഇനി റെറ്റിനയെ കുറിച്ചാണ് പറയുന്നത്. റോഡ് കോശങ്ങളും കോൺ കോശങ്ങളുമാണ് പ്രകാശഗ്രാഹികൾ. റോഡ് കോശങ്ങൾക്ക് സിലിണ്ടർ ആകൃതിയാണ്. സിലിണ്ടർ ആകൃതിയാണ്. ഈ ഇമേജിൽ നമുക്ക് കാണാം. ഈ വയലറ്റ് കളറിൽ കാണുന്ന ഈ സിലിണ്ടർ ഷേപ്പിലുള്ള സംഭവമാണ് എന്തെന്ന് പറയുന്നത്? റോഡ് കോശങ്ങൾക്ക് സിലിണ്ടർ ആകൃതിയും കോൺ കോശങ്ങൾക്ക് കോൺ ആകൃതിയുമാണ് ഉള്ളത്. റോഡ് കോശങ്ങൾ 9 കോടിയിലധികവും എന്നാൽ കോൺ കോശങ്ങൾ ഏകദേശം 45 ലക്ഷവുമാണ് ഉള്ളത്. റോഡ് കോശങ്ങളിലെ വർണ്ണകമാണ് റോഡോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണകമാണ് എന്ത്? അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ, രണ്ടു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ രണ്ട് വർണ്ണകങ്ങളിലും ഓപ്സിൻ എന്ന പ്രോട്ടീനും വൈറ്റമിൻ എയും ഉണ്ട്. ഓക്കെ, അതായത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വൈറ്റമിൻ എയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? റെറ്റിനാൾ എന്ന് പറയുന്ന ഒരു ഘടകം ഫോം ചെയ്യുന്നത്. രണ്ട് വർണ്ണങ്ങളും ഓപ്സിൻ എന്ന പ്രോട്ടീനും വൈറ്റമിൻ എയിൽ നിന്നും രൂപപ്പെടുന്ന റെറ്റിനാൾ ചേർന്നാണ് ഉണ്ടാവുന്നത്. എന്നാൽ റോഡോപ്സിനിലും ഫോട്ടോപ്സിനിലും എന്തുണ്ട്? ഈ റെറ്റിനാളിന്റെ രാസഘടന വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്താണെന്ന് പറഞ്ഞു വന്നത്? രണ്ട് വർണ്ണകങ്ങളാണ് റോഡോപ്സിനും ഫോട്ടോപ്സിനും. റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ, കോൺ കോശങ്ങളിൽ ഫോട്ടോപ്സിൻ. ഈ രണ്ട് വർണ്ണകങ്ങളും ഓപ്സിൻ എന്ന പ്രോട്ടീനും വൈറ്റമിൻ എയിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള റെറ്റിനാൾ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഈ റോഡോപ്സിനിലും ഫോട്ടോപ്സിനിലും ഉള്ള റെറ്റിനാൾ അതിൽ രാസഘടനയിൽ രണ്ടിലും എന്തുണ്ട്? വ്യത്യാസങ്ങൾ ഉണ്ട്. ഇനി പ്രകാശഗ്രാഹികളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്ക് എന്ന ഭാഗം നോക്കാം. ഫോട്ടോ റിസപ്റ്റേഴ്സ് ടു ബ്രെയിൻ. എന്താണ് ഈ ഭാഗത്ത് പറയുന്നത്? ഇനി നോക്കാനത് പ്രകാശഗ്രാഹികളിൽ നിന്ന് മസ്തിഷ്കത്തിലേക്ക് എന്ന ഭാഗമാണ്. പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്നത് ഗ്ലൂട്ടാമേറ്റ് ആണ്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? ഗ്ലൂട്ടാമേറ്റ് ആണ്. ഗ്ലൂട്ടാമേറ്റ് ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചിലാണ് പ്രകാശം, ഇരുട്ട് എന്നിവയെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നത്. അപ്പൊ ഗ്ലൂട്ടാമേറ്റിന്റെ പോയിന്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. എന്താണ് ഗ്ലൂട്ടാമേറ്റ്? പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്നു. പ്രകാശഗ്രാഹികളിൽ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്നത് ഗ്ലൂട്ടാമേറ്റ് ആണ്. ഗ്ലൂട്ടാമേറ്റ് ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചിലാണ് പ്രകാശം, ഇരുട്ട് എന്നിവയെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നത്. ഇനി ഇരുട്ടില് പ്രകാശഗ്രാഹികൾ തുടർച്ചയായിട്ട് ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇരുട്ടാണെങ്കിൽ പ്രകാശഗ്രാഹികൾ തുടർച്ചയായി ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ബൈപോളാർ കോശങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. ഓൺ ബൈപോളാർ കോശങ്ങളും ഓഫ് ബൈപോളാർ കോശങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഓൺ ബൈപോളാർ കോശങ്ങൾ പ്രകാശത്തെ തിരിച്ചറിയുന്നവയാണ്. അവ എന്ത് ചെയ്യും? പ്രവർത്തനരഹിതമാവുകയും ഓഫ് ബൈപോളാർ കോശങ്ങൾ ഇരുട്ടിനെ തിരിച്ചറിയുന്നതാണ്. അത് ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇരുട്ടാണെങ്കിൽ ഗ്ലൂട്ടാമേറ്റ് തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു.
ഇതാണെങ്കിൽ പ്രകാശഗ്രാഹികൾ തുടർച്ചയായിട്ട് ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കും. ആ സമയത്ത് ഓൺ ബൈപോളാർ കോശങ്ങൾ പ്രവർത്തനരഹിതമാവും. ഓൺ ബൈപോളാർ കോശങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകാശത്തെ തിരിച്ചറിയുന്നതാണ്. പ്രകാശത്തെ തിരിച്ചറിയുന്ന ആ ഓൺ ബൈപോളാർ കോശങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ഓഫ് ബൈപോളാർ കോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ചെയ്യും. ഓഫ് ബൈപോളാർ എന്ന് പറയുമ്പോൾ ഇരുട്ടിനെ തിരിച്ചറിയുന്ന കോശങ്ങളാണ്. ഇരുട്ടിനെ തിരിച്ചറിയുന്ന ഓഫ് ബൈപോളാർ കോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എന്നിട്ടോ ഓഫ് ബൈപോളാർ കോശങ്ങൾ പ്രകാശത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നു. ഇത് നേത്രനാഡി വഴി മസ്തിഷ്കത്തിലെത്തി ഇരുട്ടാണ് എന്ന ബോധം ഉണ്ടാക്കുന്നു. ഈ ഭാഗമൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. NSERT മാത്രമാണ് ഈ ഒരു ഗ്ലൂട്ടാമേറ്റിന്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. ഗ്ലൂട്ടാമേറ്റ് ഇരുട്ടില് പ്രകാശഗ്രാഹികൾ തുടർച്ചയായിട്ട് ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ഓൺ ബൈപോളാർ കോശങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ഓഫ് ബൈപോളാർ കോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ ഓഫ് ബൈപോളാർ കോശങ്ങൾ പ്രകാശത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവ നേത്രനാഡി വഴി മസ്തിഷ്കത്തിൽ എത്തിയിട്ട് ഇരുട്ടാണ് എന്ന ബോധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ പ്രകാശഗ്രാഹികൾ എന്ത് ചെയ്യില്ല? ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പ്രകാശത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് വേണ്ട? ഗ്ലൂട്ടാമേറ്റ് വേണ്ട. അപ്പോ ഓൺ ബൈപോളാർ കോശങ്ങൾ അവിടെ സജീവമാണ്. ഓൺ ബൈപോളാർ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശത്തെ തിരിച്ചറിയുന്നതാണ്. പ്രകാശത്തെ തിരിച്ചറിയുന്ന കോശങ്ങൾ അവിടെ സജീവമാവുകയും ഓഫ് ബൈപോളാർ കോശങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നു. ആ സമയത്ത് ഓൺ ബൈപോളാർ കോശങ്ങൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങളെയാണ് രൂപപ്പെടുത്തുന്നത്. എന്നിട്ട് നേത്രനാഡി വഴി മസ്തിഷ്കത്തിലെത്തി കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഈ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗ്ലൂട്ടാമേറ്റിന്റെ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പ്രകാശഗ്രാഹി കോശങ്ങൾ നമ്മൾ പ്രകാശം ആണ് കാണുന്നത്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നില്ല? പ്രകാശഗ്രാഹികള് ഗ്ലൂട്ടാമേറ്റിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ആ സമയത്ത് ഓൺ ബൈപോളാർ കോശങ്ങളാണ് സജീവമായിട്ടിരിക്കുന്നത്. എന്നിട്ട് ഈ ഓൺ ബൈപോളാർ കോശങ്ങളെ പ്രകാശത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നേത്രനാഡി വഴി മസ്തിഷ്കത്തിൽ എത്തുകയും കാഴ്ച എന്ന അനുഭവം സാധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും വഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? കോൺ കോശങ്ങൾ നിറം തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് കോൺ കോശങ്ങൾ. അതുപോലെ കറുപ്പ് വെള്ള നിറങ്ങളും അതുപോലെ ഇരുട്ടിലും നമുക്ക് മങ്ങിയ വെളിച്ചത്തിലും നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നത് എന്താണ്? റോഡ് കോശങ്ങളും ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേ. അടുത്ത ടോപ്പിക് വർണ്ണക്കാഴ്ച. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. റെറ്റിനയിൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാനുള്ള 3 തരം കോൺകോശങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ? ബ്ലൂ, ഗ്രീൻ, റെഡ് എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. അതില് എസ് കോണുകൾ ചെറിയ തരംഗദൈർഘ്യം, അതായത് എന്താണ്? ഹ്രസ്വ തരംഗദൈർഘ്യം ഉള്ളവ. എസ് കോണുകൾ ഹ്രസ്വ തരംഗത്തിലും എം കോണുകൾ എന്താണ്? ഇടത്തരം തരംഗദൈർഘ്യത്തിലും അതുപോലെ എൽ കോണുകൾ ദീർഘ തരംഗദൈർഘ്യത്തിലും നന്നായി സംവേദനത്വം കാണിക്കുന്നുണ്ട്. പ്രകാശത്തിന്റെ തീവ്രതയെയും തരംഗ ദൈർഘ്യത്തെയും ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 ഇനം കോൺകോശങ്ങളും പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നതിനാലാണ് വർണ്ണക്കാഴ്ച സാധ്യമാകുന്നത്. പ്രകാശത്തിന്റെ തീവ്രതയെയും തരംഗ ദൈർഘ്യത്തെയും തരംഗ ദൈർഘ്യത്തെയും ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ നമ്മുടെ കണ്ണിലുള്ള 3 ഇനം കോൺകോശങ്ങൾ പല അനുപാതത്തിലാണ് ഉദ്ദീപിക്കപ്പെടുന്നത്. കൊണ്ടാണ് വർണ്ണക്കാഴ്ച നമുക്ക് സാധ്യമാകുന്നത്. ചുവപ്പ് പച്ച കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ മഞ്ഞ നിറത്തെക്കുറിച്ച് ധാരണ ലഭിക്കുന്നു. 3 തരം കോണുകളുടെയും ഉത്തേജനം വെളുത്ത പ്രകാശത്തെ അനുഭവവേദ്യമാക്കുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ 3 കളേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. റെറ്റിനയിൽ എന്തുണ്ട്? പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 3 തരം കോൺ കോശങ്ങളുണ്ട്. അതിൽ എസ് കോണുകൾ എന്ന് പറയുമ്പോൾ ഹ്രസ്വ തരംഗത്തിലുള്ള കോണുകളെ കുറിച്ച് ആണ് ഉദ്ദേശിക്കുന്നത്. എസ് കോണുകൾ അല്ലെങ്കിൽ ഹ്രസ്വ തരംഗത്തിലുള്ള കോണുകൾ. അപ്പൊ ഹ്രസ്വ തരംഗത്തെയും അതുപോലെ എം കോണുകൾ ഇടത്തരം തരംഗദൈർഘ്യത്തെയും, എന്ന് പറയുമ്പോൾ അവിടെ ഗ്രീൻ കളറാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എൽ കോണുകൾ എന്ന് പറയുമ്പോൾ ദീർഘ തരംഗദൈർഘ്യത്തിലും നന്നായി സംവേദനത്വം കാണിക്കുന്നവയാണ്. പ്രകാശത്തിന്റെ തീവ്രത, തരംഗദൈർഘ്യം എന്നിവ ആശ്രയിച്ച് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ നമ്മുടെ കണ്ണിലുള്ള 3 ഇനം കോൺകോശങ്ങളും പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നതിനാലാണ് വർണ്ണക്കാഴ്ച സാധ്യമാകുന്നത്. ചുവപ്പ് പച്ച കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ
മഞ്ഞ നിറത്തെക്കുറിച്ച് ധാരണ ലഭിക്കുന്നു. 3 തരം കോൺ കോശങ്ങളും 3 തരം കോണുകളുടെയും ഉത്തേജനം വെളുത്ത പ്രകാശത്തെ അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെയാണ്. പച്ച, ചുവപ്പ് എന്നിവയ്ക്ക് സംവേദനത്വമുള്ള കോൺ കോശങ്ങളിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായ ജീൻ എക്സ് ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. ശ്രദ്ധിക്കണം, പച്ച, ചുവപ്പ് എന്നിവ, പച്ച, ചുവപ്പ്, ഗ്രീനും റെഡും, പച്ച, ചുവപ്പ് എന്നിവയ്ക്ക് സംവേദനത്വമുള്ള കോൺ കോശത്തിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ള ജീന് എക്സ് ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നീലക്കോണിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായ ജീൻ ക്രോമസോം 7 കാണപ്പെടുന്നു. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. നീലക്കോണിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ള ജീൻ എന്ന് പറയുന്നത് ക്രോമസോം 7 കാണപ്പെടുന്നത്. നീല 7. നീലക്കോണിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായ ജീൻ ക്രോമസോം 7 കാണപ്പെടുന്നു. പച്ച, ചുവപ്പ് എന്നിവയ്ക്ക് സംവേദനത്വമുള്ള കോൺ കോശങ്ങളിലെ വർണ്ണകത്തിന്റെ ഉൽപാദനത്തിന് കാരണമായിട്ടുള്ള ജീന് എക്സ് ക്രോമസോമിലുമാണ് കാണപ്പെടുന്നത്. എക്സ് ക്രോമസോമിൽ റെഡും പിന്നെ അതുപോലെ തന്നെ ഗ്രീനുമാണ്. നീലയാണെങ്കിൽ ക്രോമസോം 7 കാണപ്പെടുന്നത്. ഇനി അടുത്തൊരു ഭാഗം. ഓക്കെ, 2 കണ്ണുകളിലും രൂപപ്പെടുന്ന പ്രതിബിംബത്തെ സംബന്ധിക്കുന്ന ആവേഗങ്ങൾ നേത്രനാഡി വഴി തലച്ചോറിലെ കാഴ്ചയുടെ കേന്ദ്രത്തിൽ എത്തുന്നു. അതായത് 2 കണ്ണിലെയും പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും വസ്തുക്കളെ നമ്മൾ രണ്ടായിട്ട് കാണുന്നില്ല. അതെന്താണ്? അത് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തിയിട്ട് ഒറ്റൊരു ഇമേജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓരോ കണ്ണും വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രകാശത്തെ സ്വീകരിക്കുന്നതിനാൽ റെറ്റിനയിൽ അല്പം വ്യത്യസ്തമായ 2 പ്രതിബിംബങ്ങൾ ഉണ്ടാകും. ഈ 2 ചിത്രങ്ങളും മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രമായിട്ടുള്ള വിഷ്വൽ കോർട്ടെക്സ്, മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രം വിഷ്വൽ കോർട്ടെക്സിൽ എത്തിയിട്ട് മസ്തിഷ്കത്തിൽ എത്തിച്ചേരുന്ന ഈ ചിത്രങ്ങളെ താരതമ്യം ചെയ്യുകയും ഒന്നിനൊന്നോട് ലയിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഫ്യൂസ് ചെയ്യുന്നു, 2 ഇമേജും കൂടി ഫ്യൂസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ബൈനക്കുലാർ ഫ്യൂഷൻ വഴിയാണ് 2 കണ്ണിലെ 2 ഇമേജ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മസ്തിഷ്കത്തിന്റെ കാഴ്ചയുടെ കേന്ദ്രം വിഷ്വൽ കോർട്ടെക്സിലേക്ക് എത്തിയതിനു ശേഷം ഈ 2 ഇമേജിനെയും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഒറ്റൊരു ഇമേജ് ആയിട്ട് കാണുന്നത്. അപ്പൊ 2 ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിർണ്ണയിക്കാൻ ഇത് സഹായിക്കുകയും അതുവഴി നമുക്ക് 3D കാഴ്ച ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. വസ്തുക്കൾ എത്ര ദൂരെയോ അടുത്തോ ആണെങ്കിലും അത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആഴം മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ നേത്ര വൈകല്യങ്ങളും രോഗങ്ങളും പ്രതിരോധിക്കുന്നതിനും കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സിക്കുന്നതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാഴ്ചയ്ക്ക് തകരാർ സംഭവിക്കുമെന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ഈ ചിത്രത്തില് മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രം അല്ലെ വിഷ്വൽ കോർട്ടെക്സിന്റെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, കണ്ടോ? അപ്പൊ 2 കണ്ണിലൂടെയും നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇവിടെ ഈ വിഷ്വൽ കോർട്ടെക്സിൽ എത്തിയിട്ട് അതെന്താ ചെയ്യുന്നത്? ഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ബൈനക്കുലാർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നു ഈ ഒരു പ്രോസസ്സിനെ. അങ്ങനെ 2 ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിർണ്ണയിക്കാനായിട്ട് അത് സഹായിക്കുകയും അതുവഴി നമുക്കൊരു ഒബ്ജക്റ്റിന്റെ 3D ഇമേജ് സാധ്യമാവുകയും ചെയ്യുന്നുണ്ട് അല്ലെ, കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. വസ്തുക്കൾ എത്ര ദൂരെയോ അടുത്തോ ആണെന്ന് മനസ്സിലാക്കാൻ അതുപോലെ ആഴം മനസ്സിലാക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈനക്കുലാർ ഫ്യൂഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ നേത്ര രോഗങ്ങള് അല്ലെങ്കിൽ വൈകല്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ, ചികിത്സ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ഓൾഡ് SCERT പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. എന്നാലും നോക്കാം. ഏറ്റവും ആദ്യം ഹ്രസ്വ ദൃഷ്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്. അപ്പോൾ എന്താണ്? ദൈർഘ്യമുള്ള നേത്രഗോളമാണ്, നീണ്ട നേത്രഗോളമാണ് ഹ്രസ്വദൃഷ്ടിക്ക് കാരണം. കോൺകേവ് ലെൻസ് ഉള്ള കണ്ണട അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് സർജറി എന്നിവയിലൂടെയൊക്കെ ഷോർട്ട് സൈറ്റ് നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ദീർഘദൃഷ്ടിക്ക് കാരണം എന്തായിരിക്കും? ദൈർഘ്യം കുറഞ്ഞ നേത്രഗോളം ആയിരിക്കും അല്ലെ, ദൈർഘ്യം കുറഞ്ഞ നേത്രഗോളം. അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയുടെ ചികിത്സ എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് ടൈപ്പ് ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. കോൺവെക്സ് ലെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാവുന്ന ഏതാണോ അതിന്റെ പേരിലാണ് ഈ വൈകല്യം അറിയപ്പെടുന്നത്. ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താ? അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ. ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അടുത്തുള്ളതിനെ കാണാനായിട്ട് പറ്റില്ല. അപ്പൊ നേത്രഗോളത്തിന് നീളം കുറഞ്ഞത് കാരണം റെറ്റിനയ്ക്ക് പിന്നിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാനായിട്ട് സാധിക്കും.
അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്റ്റിഗ്മാറ്റിസത്തിൽ തന്നെയാണ് വിഷമദൃഷ്ടി എന്ന് പറയുന്നത്. അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി. ഓക്കെ, അപ്പൊ ലെൻസിന്റെയോ നമ്മുടെ ഈ ഒരു കോർണിയയുടെയൊക്കെ വക്രതയിൽ ഉണ്ടാകുന്ന വൈകല്യം കാരണം നമുക്ക് വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതായിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ കൃത്യത ഇല്ലാത്ത ഇമേജ് ഒക്കെ ആയിരിക്കും, അതിന്റെ പ്രതിബിംബമായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു കേസിനെയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ലെൻസിന്റെയോ കോർണിയയുടെയോ വക്രതയിൽ ഉണ്ടാകുന്ന വൈകല്യം കാരണം വസ്തുവിന്റെ പൂർണ്ണമല്ലാത്തതും കൃത്യത ഇല്ലാത്തതുമായിട്ടുള്ള പ്രതിബിംബം ഉണ്ടാകുന്ന അവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. ഇനി അടുത്തത് തിമിരത്തെ കുറിച്ചാണ്. തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട്. കാറ്ററാക്ട് എന്ന് പറയുമ്പോൾ നേത്ര ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. അപ്പൊ അതെങ്ങനെയാണ്? ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇനി ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ്? നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്വസ് ദ്രവത്തിന്റെ പുനരാഗീകരണം തടസ്സപ്പെടുന്നു. നമ്മൾ പറഞ്ഞു അക്വസ് ദ്രവം എന്താണ്? ബ്ലഡിൽ നിന്നുണ്ടായി ബ്ലഡിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പൊ ഈ അക്വസ് ദ്രവത്തിന്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ എന്ത് ചെയ്യും? മർദ്ദം കൂടും. അങ്ങനെ മർദ്ദം കൂടിയിട്ട് നേത്രനാഡി തകരാറിലാവുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പൊ ലേസർ ശസ്ത്രക്രിയയിലൂടെയാണ് നമുക്ക് ഈ ഒരു അവസ്ഥ പരിഹരിക്കാവുന്നത്. നേത്രഗോളത്തിന്റെ മർദ്ദം കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അത് രക്തത്തിൽ നിന്ന് തന്നെ ഫോം ചെയ്ത് രക്തത്തിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യുന്ന ഒരു ദ്രവമാണ്. അങ്ങനെയാണ് കണ്ണിലെ അക്വസ് ദ്രവത്തിന്റെ അല്ലെ അക്വസ് അറയുടെ ആ ഒരു മർദ്ദം ക്രമീകരിക്കപ്പെടുന്നതെന്ന്. അപ്പൊ അങ്ങനെ പുനരാഗീകരണം തടസ്സപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? മർദ്ദം കൂടും. മർദ്ദം കൂടുമ്പോൾ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും ഒക്കെ നാശം ഉണ്ടാവുകയും അതുവഴി അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലെ? ലേസർ ശസ്ത്രക്രിയയാണ് ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നത്. ഇനി അടുത്തതാണ് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റിവൈറ്റിസ്, പിങ്ക് ഐ, മദ്രാസ് ഐ എന്നൊക്കെ പറയുന്നത് ചെങ്കണ്ണാണ്. നേത്രാവരണത്തിലെ അണുബാധ കാരണമാണ് എന്തുണ്ടാവുന്നത്? ചെങ്കണ്ണ് ഉണ്ടാവുന്നത്. കൺജങ്ക്റ്റൈവ അല്ലെങ്കിൽ നേത്രാവരണം, അതിനുള്ള അണുബാധ കാരണമാണ് ചെങ്കണ്ണ് ഉണ്ടാകുന്നത്. പിന്നെ ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ രോഗകാരി. പിന്നെ സ്പർശനത്തിലൂടെയൊക്കെ ഈ രോഗം നമുക്ക് പകരും അല്ലെ? നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ക്ലാസ്സിൽ ഒരാൾക്ക് ഈ അവസ്ഥ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾക്കും അത് വരും. ശുചിത്വം പാലിക്കുന്നത് വഴി ഒരു പരിധി വരെ നമുക്കിത് തടയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ടാവുന്ന അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അല്ലെ, പ്രമേഹം മൂർച്ഛിച്ചാൽ കണ്ണിനെ ബാധിക്കുന്ന രീതിയിലുള്ള അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇനി നിശാന്തത എന്ന് പറയുമ്പോൾ എന്താണ്? നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ അഭാവം കാരണമാണ്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ എന്താ ചെയ്യുന്നത്? റെറ്റിനാളിന്റെ അളവ് കുറയുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വൈറ്റമിൻ എയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് റെറ്റിനാൾ ഫോം ചെയ്യുന്നതെന്ന്. അപ്പൊ ഈ റെറ്റിനാളിന്റെ അളവ് കുറഞ്ഞിട്ട് റോഡോപ്സിന്റെ നിർമ്മാണം തടസ്സപ്പെടും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തില് വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാതെ വരുന്ന അസുഖമാണ് നിശാന്തത എന്ന് പറയുന്നത്. വൈറ്റമിൻ എയുടെ അഭാവമാണ്. അപ്പോൾ വൈറ്റമിൻ എ അടങ്ങുന്ന ഭക്ഷണമൊക്കെ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വരുന്നതാണ് സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അഭാവം കാരണമാണ്, തുടർച്ചയായ അഭാവം കാരണമാണ് സീറോഫ്താൽമിയ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ദീർഘകാല അഭാവം കാരണം, വൈറ്റമിൻ എയുടെ ദീർഘകാല അഭാവം കാരണം കോർണിയ അതാര്യമാകുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, റോസ് ബംഗാൾ ടെസ്റ്റ് ആണ് ഈ സീറോഫ്താൽമിയ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ടെസ്റ്റ്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഇവിടെ ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നത്. ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് എന്താണ്? കാഴ്ച ദിനമായിട്ട് ആചരിക്കുന്നത്. നേത്രാരോഗ്യ സംരക്ഷണത്തിനുള്ള അവബോധം വളർത്തുന്നതിനാലാണ് ലോകാരോഗ്യ സംഘടനയും അന്തർദേശീയ അന്ധത തടയൽ ഏജൻസിയും ഈ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. ഈ പോയിന്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം.
എന്തൊക്കെയാ പറഞ്ഞത്? നേത്രാരോഗ്യ സംരക്ഷണത്തിനുള്ള അവബോധം വളർത്താൻ വേണ്ടിയിട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അന്തർദേശീയ അന്ധത തടയൽ ഏജൻസിയും ഈ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. കുട്ടികളുടെ കാഴ്ച സംരക്ഷിക്കുന്നതിനായിട്ട് സ്ക്രീൻ ഉപയോഗ സമയം കുറയ്ക്കുക, പതിവ് കാഴ്ച പരിശോധനകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 14 ഭാഷകളിൽ ലഭ്യമായ ഒരു സൗജന്യ ആപ്ലിക്കേഷനായ WHO ഐസ് 8 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവർക്കായി വീട്ടിൽ വെച്ച് തന്നെ കാഴ്ച പരിശോധന സാധ്യമാക്കുന്നു. കണ്ണട, തിമിര ശസ്ത്രക്രിയ പോലുള്ള ചിലവ് കുറഞ്ഞ മാർഗങ്ങളിലൂടെ കാഴ്ച പരിമിതികൾ പരിഹരിക്കാനാകും. 14 ഭാഷകളിൽ ലഭ്യമായ സൗജന്യ ആപ്ലിക്കേഷനാണ് WHO ഐസ്. അവരെന്താ ചെയ്യുന്നത്? 8 വയസ്സും അതിനു മുകളിലും പ്രായമുള്ളവർക്കായിട്ട് വീട്ടിൽ വെച്ച് തന്നെ കാഴ്ച പരിശോധന സാധ്യമാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കണ്ടോ, WHO ഐസ് ഇത് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് സ്വയമേ പരിശോധിക്കാം എന്നാണ് പറയുന്നത്. 2024 ലോക കാഴ്ച ദിന സന്ദേശം കുട്ടികളെ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നതായിരുന്നു. നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നതായിരുന്നു 2024 ലോക കാഴ്ച ദിനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേത്ര സംരക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. നേത്ര സംരക്ഷണത്തെ കുറിച്ച് എന്താണ്? കണ്ണുകൾ കൂടെ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക, കണ്ണിൽ കൂർത്ത വസ്തുക്കളും തട്ടാൻ ഇടയാവാതെ നോക്കുക, വൈറ്റമിൻ എ സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. WHO നൽകുന്ന ഒരു വാണിംഗ് ഉണ്ട് ഇവിടെ. എന്താണ്? 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ 1 മണിക്കൂറോ അതിൽ കുറവോ മാത്രമേ ചിലവഴിക്കാവൂ. 1 വയസ്സിൽ താഴെയുള്ളവർ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കരുത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുട്ടികളാണ് അല്ലേ. തീർച്ചയായിട്ടും WHO ഈ വാണിങ്ങിന് ഇപ്പൊ ഒരു പ്രസക്തിയുള്ള സമയമാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഡിജിറ്റൽ ഉപകരണങ്ങൾ 1 മണിക്കൂറോ അതിൽ താഴെ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. 1 വയസ്സിൽ താഴെയുള്ളവർ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. അമ്മമാർ അവരുടെ ജോലികൾ എളുപ്പമാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഫോൺ ഓൺ ആക്കി വെച്ചിട്ട്, ടാബ് ഓൺ ആക്കി വെച്ചിട്ട് കുട്ടികളെ അവിടെ ഇരുത്തും അല്ലെ. അപ്പൊ അതൊന്നും പാടില്ല. ഇനി അടുത്തത് സ്നെല്ലൻ ചാർട്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്നെല്ലൻ ചാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. കാഴ്ച വ്യക്തത പരിശോധിക്കുന്നതിന് നിരവധി ചാർട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അവയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. മുകളിൽ നിന്ന് താഴേക്ക് വലിപ്പം കുറഞ്ഞു വരുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ഉൾപ്പെട്ട വരികൾ ഇതിലുണ്ട്. പരിശോധനയിൽ വ്യക്തി 20 അടി അകലെ നിൽക്കുകയും അവർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വരി ഒരു കണ്ണുകൊണ്ട് വായിക്കുകയും ചെയ്യുന്നു. ഫലങ്ങളെ ഒരു ഭിന്നസംഖ്യയായി രേഖപ്പെടുത്തുന്നു. ലളിതവും ഫലപ്രദവുമായ ഈ പരിശോധന സാധാരണ നേത്ര പരിശോധനയുടെ പ്രധാന ഭാഗങ്ങളാണ്. അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയ നിരവധി ചാർട്ടുകളൊക്കെ ഇതിന് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ തന്നെ നേത്ര പരിശോധനയ്ക്കായി നിരവധി ആധുനിക ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു. റെറ്റിനോസ്കോപ്പുകൾ, ടോണോമീറ്ററുകൾ, ഇഷിഹാര പ്ലേറ്റുകൾ എല്ലാം ഇതിന് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? റെറ്റിനോസ്കോപ്പുകൾ, ടോണോമീറ്ററുകൾ, ഇഷിഹാര പ്ലേറ്റുകളൊക്കെ കാഴ്ച പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങളാണ്. ഓക്കെ, അപ്പോ ഇനി ഒഫ്താൽമോളജിയും തൊഴിൽ സാധ്യതകളും നോക്കാം നമുക്ക് ഈ ഭാഗം. നേത്രരോഗങ്ങളും വൈകല്യങ്ങളും നിർണയിച്ച് ചികിത്സ, പ്രതിരോധം എന്നിവയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രത്യേക വൈദ്യശാഖയാണ് ഒഫ്താൽമോളജി. ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സമഗ്രമായ നേത്രപരിചരണം നൽകുന്നതിന് പരിശീലനം ലഭിച്ച ഒരു മെഡിക്കൽ ഡോക്ടറാണ് നേത്രരോഗ വിദഗ്ധൻ അഥവാ ഒഫ്താൽമോളജിസ്റ്റ്. ഈ തൊഴിൽ പാത ആരംഭിക്കുന്നതിന് MBBS ബിരുദത്തോടെയാണ്. തുടർന്ന് ബിരുദം, ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഒഫ്താൽമോളജിയിൽ ഡിപ്ലോമ നേടണം. നേത്രരോഗ വിദഗ്ധർക്കൊപ്പം നേത്ര പരിശോധന നടത്തുക, ലെൻസുകൾ ശരിയാക്കുക, നേത്രരോഗങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടെത്തുക, രോഗി പരിചരണത്തിൽ സഹായിക്കുക എന്നിവ ചെയ്യുന്നവരാണ് ഒഫ്താൽമിക് അസിസ്റ്റന്റുമാർ. കണ്ണടകളും കോൺടാക്ട് ലെൻസുകളും നൽകുന്ന ഒപ്റ്റിക്കൽ ഡിസ്പെൻസറിംഗ് മേഖലകളിലും നിരവധി അവസരങ്ങളുണ്ട്. നേത്ര പരിചരണത്തിനുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം റെറ്റിന സ്പെഷ്യലിസ്റ്റുകൾ, പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റുകൾ, ഓക്യുലാർ ഓങ്കോളജിസ്റ്റുകൾ എന്നിങ്ങനെയുള്ള പുതിയ വഴികൾ തുറന്നിരിക്കുന്നു. വിഷൻ തെറാപ്പി,
ഓക്യുലാർ ഇമേജിംഗ്, AI ഡയഗ്നോസ്റ്റിക് തുടങ്ങിയ മേഖലകളിലും തൊഴിലവസരങ്ങൾ ഏറെയാണ്. ഒപ്പം നിരവധി സ്വയം തൊഴിൽ സാധ്യതകളുമുണ്ട്. ഈ മേഖലകളിൽ പ്രവേശിക്കുന്നതിന് മികവ് പുലർത്തുന്നതിനും ഒരാൾ അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും ആവശ്യമായ ക്ലിനിക്കൽ സാങ്കേതിക കഴിവുകൾ കണ്ടെത്തുകയും വേണം. അതായത് ഈ നേത്രരോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒഫ്താൽമോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ നേത്രരോഗങ്ങളും അവയുടെ വൈകല്യങ്ങളും ഒക്കെ നിർണ്ണയിക്കുന്ന ചികിത്സ അല്ലെങ്കിൽ പ്രതിരോധം, മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖയാണ് ഒഫ്താൽമോളജി. അത് കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സാണ് ഒഫ്താൽമോളജിസ്റ്റ്. അവർക്ക് അസിസ്റ്റന്റുമാരുണ്ട്. അപ്പോൾ ഒഫ്താൽമിക് അസിസ്റ്റന്റുമാരുണ്ട്. പിന്നെ അവർക്കുള്ള ഡിസ്പെൻസിങ് മേഖലയിൽ ഉള്ള ഓരോരോ ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഓരോ മേഖലകൾ പഠിക്കുമ്പോഴും അവിടെയുള്ള തൊഴിൽ അവസരങ്ങൾ കൂടി നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി കേൾവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് തൊട്ടടുത്ത ദിവസമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. കൂടാതെ ടെലിഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്